എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ മുതൽ ജൂലൈ 23-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ആ ഒരു സമയത്ത് ുള്ളിൽ, അതായത് ഈ ഒരു 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ അവിടെ അഡ്മിഷൻ നിൽക്കുന്നതായിരിക്കും. അതായത് അഡ്മിഷൻ നഷ്ടമാകുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും അതുപോലെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് യുവർ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ്, ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ നോട്ട് കൺസിഡേർഡ് ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസും കാണാൻ പറ്റുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്കൂളിൽ നിന്നും വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തു തരുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ന സ്കൂളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത്, അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കാണ്, അതായത് മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്കാണ് മാറ്റം ലഭിച്ചതെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതിയാകും. അതായത് നിങ്ങൾക്കിപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ഈ ഒരു സയൻസിലേക്കാണ് കിട്ടിയത്. ഈ ഒരു രീതിയിലൊക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഏകദേശം ഒരു 100 മുതൽ ഏകദേശം 200 രൂപ വരെ ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സ്കൂളിൽ നിന്നും കോഴ്സ് മാറ്റം മാത്രമാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു ഫീ പേയ്മെൻറ്റ് അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയത് എന്ന് കരുതുക. അതായത് നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ, അതായത് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് നിലവിലുള്ള അഡ്മിഷനുള്ള സ്കൂളിൽ നിന്നും നിങ്ങളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾക്കത് തിരിച്ചു തരും. അപ്പോൾ അത് കറക്റ്റായിട്ട് വാങ്ങിച്ച് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററും കൂടി പ്രിൻ്റ് ഔട്ട് എടുത്ത് പോകണം. അപ്പോൾ ഇതും പിന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ഒരു അഡ്മിഷൻ ഫീസ് അടച്ചപ്പോൾ റെസിപ്റ്റ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ റെസിപ്റ്റ് നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂളിൽ റെസിപ്റ്റ് കൂടി കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾ ആദ്യം അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ ആ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവയും അത് അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് മാറ്റമാണ്, അതായത് ഹയർ ഓപ്ഷനിലേക്ക് കോഴ്സ് മാറ്റമാണ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫീസ് വരും. അതായത് ഏകദേശം ഒരു 100 മുതൽ 200 രൂപ വരെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റീസിൽ നിന്നും, അതായത് ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെങ്കിൽ മറ്റൊരു സ്കൂളിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം കോഴ്സ് ആണെങ്കിൽ ഫീസൊന്നും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ്, മറ്റൊരു സ്കൂളിലും കൊമേഴ്സ് തന്നെയാണ് കിട്ടിയത്. അതുപോലെ നിങ്ങൾക്ക്, അതായത് ആദ്യം ഉള്ള സ്കൂളിലെ അതേ കോഴ്സ് തന്നെയാണ് മറ്റൊരു സ്കൂളിലും കിട്ടിയതെങ്കിൽ എക്സ്ട്രാ ഫീസ് ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ, അതായത് ഒരു ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ സയൻസിലേക്കോ, അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ സയൻസിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് സയൻസിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു 100 മുതൽ ഏകദേശം 200 രൂപ വരെ ഫീസ് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുക. അതായത് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100 മുതൽ 200 രൂപ വരെ മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ പുതുതായിട്ട് മറ്റൊരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ കിട്ടിയിട്ടുള്ള ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റും അതുപോലെ മുൻപത്തെ അലോട്ട്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു സ്കൂളിൽ കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ആപ്ലിക്കേഷനാണ് വാലിഡ് ആയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നെഗറ്റീവ് വേക്കൻസി എത്ര ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്പർ ഓഫ് അതായത് ആർക്കൊക്കെയാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ആർക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ സ്കൂൾ ചേഞ്ച് ആയവർ എത്രയൊക്കെ, അതുപോലെ തന്നെ കോഴ്സ് സെയിം സ്കൂളിൽ തന്നെ ചേഞ്ച് ആയിട്ടുള്ളത് എത്ര വിദ്യാർത്ഥികൾക്കാണ്, അതുപോലെ തന്നെ സ്കൂൾ ആൻഡ് കോഴ്സ് സ്കൂളും കോഴ്സും ചേഞ്ച് ആയിട്ടുള്ളവർ എത്രയാണ്, അതുപോലെ തന്നെ സ്കൂൾ ചേഞ്ച് വിത്ത് സെയിം കോഴ്സ് അതായത് സ്കൂൾ ചേഞ്ച് ആയി എന്നാൽ കോഴ്സ് ചേഞ്ച് ആയാத വിദ്യാർത്ഥികൾ എത്രയുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് വേക്കൻസി ആഫ്റ്റർ ട്രാൻസ്ഫർ അതായത് ട്രാൻസ്ഫറിന് ശേഷം എത്ര വേക്കൻസിയാണ് നിലവിലുള്ളത്, അതുപോലെ തന്നെ നെഗറ്റീവ് വേക്കൻസി എത്രയുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നിർദ്ദേശങ്ങളിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 22-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂലൈ 23 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിർബന്ധമായിട്ട് മാറണം. ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.